മോൾ എന്താ ആലോചിക്കണേ? ഞാൻ പറഞ്ഞില്ലേ, ചെറുക്കന്റെ വീട്ടുകാരോട് ആദ്യമേ എല്ലാം പറഞ്ഞു. ഇത്രയ്ക്ക് സ്വർണ്ണേ ഉള്ളൂ, ഇത്രയ്ക്ക് സ്വത്തേ ഉള്ളൂ. അവര് പിന്നെ വലിയ തർക്കത്തിന് നിന്നില്ല. അതുകൊണ്ട് അനുജത്തിക്ക് ഇനി ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള സങ്കടമൊന്നും നിനക്ക് വേണ്ട. മോള് കാലേ കൂട്ടി വന്നാൽ മാത്രം മതി. അപ്പൊ നിന്റെ ജോലികൾ നടക്കട്ടെ. ഞാൻ പോവാ. ഊർമിളി അമ്മ 2 ദിവസം കഴിഞ്ഞു വരും. നീ ഇപ്പൊ എന്താ വിചാരിക്കണേന്ന് എനിക്കറിയാം. എന്റെ കല്യാണത്തിന് ഇത്രയും സ്വർണം തന്നതാണല്ലോ അച്ഛൻ. അതിൽ കുറച്ചെങ്കിലും ഊർമിളയ്ക്ക് കൊടുക്കണ്ടേ? വേണ്ട, ഒരു പണത്തൂക്കം പോലും തൽക്കാലം നീ തരണ്ട. മനസ്സിലായല്ലോ? ബസിന്റെ കാര്യത്തിൽ നായര് പേടിക്കേ വേണ്ട. എന്നാ ഞങ്ങൾ പോയിട്ട് വരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ ചെയ്യും. ചേച്ചി എവിടെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. രവി വരൂ. ചേച്ചി ഇവിടെ നിൽക്കുകയാണോ? ചേച്ചി ഞാൻ എവിടെയല്ല അന്വേഷിച്ചെന്നറിയോ? അത് എന്നെ കാണുമ്പോ ആളുകൾ ഓരോന്ന് ചോദിക്കുക. വിജയേട്ടന്റെ വിവരമൊന്നുമില്ലേ, അതോ ബന്ധം ഒഴിഞ്ഞോന്നൊക്കെ. സ്വൈരല്ലാണ്ടായപ്പോ ഞാൻ ഇങ്ങോട്ട് പോന്നതാ മോളെ. നേരെ ഒരുപാടായില്ലേ, നീ പോയി കിടന്നോ. ചേച്ചി വന്ന് വല്ലതും കഴിക്കേ? വേണ്ട കുട്ടി, എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. കുറച്ചു കൊല്ലം മുമ്പ് ഈ വീട്ടിൽ ഇതേപോലെ ഒരു രാത്രി ഉണ്ടായിരുന്നു. എന്റെ കല്യാണത്തലേന്ന്. നീ പൊയ്ക്കോ, എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം. നിക്ക്, ഒരു കാര്യം പറഞ്ഞാൽ മോൾ അനുസരിക്കോ? കല്യാണം കഴിഞ്ഞാലും നീ പഠിത്തം നിർത്തിക്കളയരുത്. എന്നിട്ട് സ്വന്തമായൊരു ജോലി സമ്പാദിക്കണം. ഇല്ലെങ്കിൽ ഓരോ ആവശ്യങ്ങൾക്കും വേണ്ടി നിനക്ക് ഭർത്താവിനെ ശല്യപ്പെടുത്തേണ്ടി വരും. നിന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം നിന്റെയാണെന്ന് നീ വിചാരിക്കണം. അങ്ങനെ ആയാൽ ഭർത്താവ് നിന്നെ അവഗണിക്കില്ല. എന്റെ അവസ്ഥ നിനക്ക് വരരുത്, അതുകൊണ്ട് പറഞ്ഞത്. പൊയ്ക്കോ. സ്വാമിയെ ഇന്ന് ധ്യാനസ്ഥലത്ത് കണ്ടില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നിരുന്ന് ധ്യാനിച്ചാലേ അത് ധ്യാനമാകുന്നുണ്ടോ? ബ്രഹ്മചാരിയോട് ഒരു സംശയം ചോദിക്കാനുണ്ടായിരുന്നു. പറയൂ. ചില സന്യാസിമാര് ശൂന്യതയിൽ നിന്ന് സ്വർണമാലയും റിസ്റ്റ് വാച്ചൊക്കെ എടുക്കാറുണ്ടല്ലോ. ആ വിദ്യകള് പഠിക്കാൻ എന്താ വഴി? അതിനേതെങ്കിലും ഒരു മജീഷ്യനെ സമീപിച്ചാൽ മതി. സ്വർണമാലയും വാച്ചും എടുക്കുന്നത് മാജിക്കാണ്, അത് സിദ്ധിയാണ്. ആ സിദ്ധിയെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് അത് മാജിക് എന്ന് പറഞ്ഞ് ബ്രഹ്മചാരി അതിനെ പുച്ഛിക്കുന്നത്. ആയിരിക്കാം. പക്ഷെ സിദ്ധി കൊണ്ട് ശൂന്യതയിൽ നിന്ന് സ്വർണമാല എടുക്കുന്ന ഒരാൾക്ക് എന്തുകൊണ്ട് കുറെ ഗോതമ്പും അരിയും ശൂന്യതയിൽ നിന്ന് എടുത്തുകൂടാ? അങ്ങനെ തെക്കേ അമേരിക്കയിലും ഇന്ത്യയിലും ആഫ്രിക്കയിലും ഒക്കെ പട്ടിണി കിടന്ന് മരിക്കുന്ന പാവങ്ങളുടെ വിശപ്പ് മാറ്റിക്കൂടാ? ഈശ്വരൻ മാജിക്കാരനല്ല സ്വാമി. നമ്മുടെ ഉള്ളിലെ സ്നേഹമാണ് ഈശ്വരൻ, കർമ്മമാണ് ഈശ്വരൻ. നീ നിന്നെ അറിയുമ്പോൾ ദൈവത്തെ അറിയുന്നു. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നിങ്ങനെ 4 ആശ്രമങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടായിരിക്കണം. മുഖ്യമായത് സന്യാസം തന്നെ. എല്ലാത്തിനോടും തീവ്രമായ വിരക്തി തോന്നുമ്പോൾ ഏത് ആശ്രമത്തിൽ നിന്നും സന്യാസം സ്വീകരിക്കാവുന്നതാണ്. ഈ വിരക്തി എങ്ങനെ തോന്നും സ്വാമിജി? താങ്കൾക്ക് എത്ര മക്കളുണ്ട്? 1, 2? മക്കളോ? ഇതാര് പറഞ്ഞു? താങ്കളുടെ ഈ ചോദ്യത്തിന് പിറകിൽ തന്നെ അതിനുള്ള ഉത്തരവുണ്ടല്ലോ. ഭാര്യയോടും മക്കളോടുള്ള കടമകൾ ചെയ്യാത്തതിന്റെ കുറ്റബോധമല്ലേ മാസങ്ങളായുള്ള താങ്കളുടെ അസ്വസ്ഥതയ്ക്ക് കാരണം?
ഒന്നുമല്ല. 3-4 ദിവസമായില്ലേ പനിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ അറിഞ്ഞതിന്നാ. അങ്ങനെ കാര്യമായിട്ടൊന്നും. കുട്ടികൾക്ക് അസുഖം വന്നാൽ പോലും അറിയിക്കാൻ തോന്നാത്ത വിധം അന്യനായി പോയോ മോളെ ഞാൻ. ഞാൻ കുറ്റപ്പെടുത്തിയതല്ല, സങ്കടം പറഞ്ഞതാ. ഈ കുട്ടികള് എൻ്റെ കൂടെ ചോരയല്ലേ. നീ പെടുന്ന പാടൊക്കെ എനിക്കറിയാം. അങ്ങനെ വേണം, തോറ്റു കൊടുക്കാതെ ജീവിക്കണം. എനിക്കത് സന്തോഷമേ ഉള്ളൂ. പക്ഷേ കുട്ടികളുടെ കമ്മലൂരി വിൽക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് എന്നോട് പറയാമായിരുന്നു. കടമായിട്ടെങ്കിലും കുറച്ച് പണം ഏർപ്പാടാക്കാൻ ഇപ്പോഴും എനിക്ക് കഴിയും. കുറച്ച് പണിയൊക്കെ കിട്ടിയച്ചാ, പക്ഷേ എല്ലാം കൂടി തികയാതെ വന്നപ്പോ ആരെയും ബുദ്ധിമുട്ടിക്കണ്ട എന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. മോളെ സങ്കടപ്പെടുത്താൻ പറഞ്ഞതല്ല. ബന്ധത്തിന്റെ കാര്യമൊക്കെ വിട്ടേക്ക്. ആവുന്ന എന്തെങ്കിലും സഹായം വേണ്ടി വരുമ്പോ ഈ വയസ്സ് തൊട്ടടുത്തോട്ടെന്ന് ഓർമ്മിച്ചാൽ മതി. സന്യാസിമാരും ബ്രഹ്മചാരികളും ഒക്കെ എന്നെ വല്ലാതെ പരിഹസിക്കുന്നു സ്വാമിജി. ശരിയാണ്, എനിക്ക് ഭാര്യയും മക്കളുള്ള കാര്യം ഞാൻ മറച്ചു വെച്ചു എന്ന് വെച്ച് അവരെന്നെ ഇങ്ങനെ കുത്തി നോവിക്കാൻ തുടങ്ങിയാൽ? എനിക്കിപ്പോൾ ഓർമ്മ വരണത് പ്രൈമറി സ്കൂളും അവിടെ ഹെഡ് മാസ്റ്ററോട് പരാതിപ്പെടാൻ വരുന്ന കുട്ടികളെയാണ്. സ്വാമിജി പറയൂ, എന്തായിരിക്കും ഇനി എൻ്റെ ഭാവി? ഞാൻ എങ്ങനെ ജീവിക്കണം? അത് ഞാൻ പറഞ്ഞു തരണോ? സ്വാമിജി അറിവുള്ള ആളല്ലേ. അടുത്ത വീട്ടിൽ താമസിക്കുന്ന കൃഷ്ണനോട് നമ്മൾ ചോദിക്കുകയാണ്, എടോ കൃഷ്ണ ഒന്ന് പറഞ്ഞു തരൂ, ഞാൻ എങ്ങനെ ജീവിക്കണം? അതുപോലെയാണ് ഈ ചോദ്യം. സ്വന്തം ജീവിതം എങ്ങനെ ജീവിച്ചു തീർക്കണമെന്ന് മറ്റുള്ളവരോട് ചോദിക്കുക വളരെ രസമുള്ളൊരു കാര്യമാണത്. സ്വാമിജി എന്നെ പരിഹസിക്കുകയാണോ? പരിഹസിക്കപ്പെടേണ്ടവനാണ് താനെന്നുള്ള ഈ അപകർഷതാബോധം ആദ്യം മാറ്റുക, അതാ വേണ്ടത്. നാട്ടിൽ നിന്ന് ഭാര്യയുടെ കത്തൊക്കെ ഉണ്ടോ സന്യാസി? മോനെ പറഞ്ഞ മനുഷ്യ സ്വസ്ഥതയില്ല. എത്ര സ്വാമി ആരോടാ ദേഷ്യപ്പെടുന്നത്? ആരോടുമില്ല. സ്വാമി ആവശ്യത്തിൽ കൂടുതൽ ദേഷ്യപ്പെടുന്നതുകൊണ്ട് ആൾക്കാർ പിന്നെയും പിന്നെയും കളിയാക്കാൻ ശ്രമിക്കുന്നത്. അല്ലേ തന്നെ മനുഷ്യന് ഇവിടെ ബ്രഹ്മചാരി എനിക്കിഷ്ടം. അതുകൊണ്ട് ചോദിക്കുക, എന്താണാവോ? ദൈവം സർവശക്തനാണല്ലോ. അപ്പൊ ഒരു കുറ്റവും ചെയ്യാത്ത എൻ്റെ ഭാര്യയും മക്കളെയും ദൈവം കാത്തുരക്ഷിച്ചോളും എന്ന് വിശ്വസിച്ചൂടെ? സ്വാമിയുടെ ഭാര്യയ്ക്ക് എന്താ ജോലി? ജോലിയൊന്നുമില്ല. ഓഹോ, ആളെങ്ങനെ കാണാൻ സൗന്ദര്യമുള്ള കൂട്ടത്തിലാണോ? കുഴപ്പമില്ല. അപ്പൊ അവരെങ്ങനെങ്കിലും ജീവിച്ചോളും. എന്ത്? എന്താ സ്വാമി ഉദ്ദേശിച്ചത്? ഒരാൾ സന്യാസി ആവുമ്പോഴുള്ള പ്രധാനപ്പെട്ട കർമ്മങ്ങൾ എന്തെല്ലാമെന്ന് പറയാം. 7 തലമുറയിലെ പിതൃക്കൾക്ക് പിണ്ടം വെച്ച് ബലിയിടണം. അച്ഛനമ്മമാരോ പിതാമഹന്മാരോ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയും പിണ്ടം വെച്ച് ക്രിയ നടത്തണം. പിന്നെ ഭാര്യ, മക്കൾ, ഒടുവിൽ തന്നെത്താൻ ബലിയിടണം. താങ്കൾക്ക് അതിനൊന്നും പ്രാപ്തിയില്ല. സന്യാസിയാവാൻ ഇറങ്ങി തിരിച്ച താങ്കൾ എന്തിന് ഭാര്യയെ പറ്റി പറഞ്ഞപ്പോൾ പ്രകോപിതനാവണം? അവരെയൊക്കെ താങ്കൾ ഉപേക്ഷിച്ചില്ലേ? പറയൂ, ഉപേക്ഷിച്ചില്ലേ? സ്നേഹിക്കുന്നവരെ വേദനിപ്പിച്ചാൽ ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടാവില്ല. യു ആർ എൻ ഇറസ്പോൺസിബിൾ ഹസ്ബൻഡ്, ഇറസ്പോൺസിബിൾ ഫാദർ. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടി വരുന്നവർക്ക് ഒളിച്ചു താമസിക്കാത്ത സ്ഥലമല്ല ഈ ആശ്രമം. മാത്രമല്ല, ഇതൊരു ചന്തയല്ല. താങ്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ?